വിശ്വാസമാണെങ്കിലും അവിശ്വാസമാണെങ്കിലും അത് നാം പറഞ്ഞാൽ ശക്തി വർദ്ധിക്കും. വിശ്വാസം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കും. അവിശ്വാസം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കും. അപ്പോൾ ഏത് വിടുതൽ വേണം, എന്ത് നടക്കണമെന്ന് നമ്മുടെ നാവിൽ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. വിശ്വാസം പറഞ്ഞാൽ, വിശ്വാസം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ വിശ്വാസത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അതിൻ്റെ വിടുതൽ വെളിപ്പെടും. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് പറയുകയാണ്. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. അപ്പോൾ അത് അവൾ എണ്ണിക്കൊണ്ടേയിരുന്നു. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തനെന്ന് എണ്ണുകയാണ്. അതുകൊണ്ട് ശക്തി പ്രാപിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വാസം പറയുമ്പോൾ ശക്തി വർദ്ധിക്കുകയാണ്, വിടുതലിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ്. നമ്മൾ പറയുന്നത് പോലെ തന്നെ അത് സംഭവിച്ചിരിക്കും. കാരണം കർത്താവിൻ്റെ വചനം അതാ പറയുന്നത്. നമുക്ക് എന്ത് വിശ്വാസമുണ്ട് അത് നമ്മൾ പറയുക. നമ്മുടെ നാവിന് ദൈവം അധികാരം തന്നിരിക്കുക. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് അവർ പിറുപിറുത്ത വാക്കുകൾ കർത്താവ് അനിഷ്ടമായി. അതുകൊണ്ട് അവർ പിറുപിറുത്തതുപോലെ അവർക്ക് സംഭവിച്ചു. ഈ മരുഭൂമിയിൽ ഞങ്ങൾ മരിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു. കനാൻ ദേശത്ത് ദൈവം എത്തിക്കില്ലെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പിറുപിറുത്ത ഓരോ വാക്കുകളാൽ നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയുകയില്ലെന്ന് അവർ പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. എന്നാൽ അതിൻ്റെ നടുവിലും വിശ്വാസം പറഞ്ഞവരുണ്ടായിരുന്നു. യോശുവയും കാലേബും അവരോട് കൂടെ കുറേ മനുഷ്യരും. അവർ പറഞ്ഞത്, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൈവശമാക്കും. ദൈവത്തോട് മത്സരിക്കുക മാത്രമരുത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം അത് നമുക്ക് നൽകിത്തരും. അവർ നമുക്ക് ഇരയായിത്തീരും. അപ്പം ഇങ്ങനെ വിശ്വാസം ദൈവത്തിലുള്ളവൻ അത് പറഞ്ഞുകൊണ്ടിരുന്നു, അവിശ്വാസമുള്ളവൻ അതും പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടിൻ്റെയും പരിണിത ഫലം വന്നപ്പോൾ അവിശ്വാസം പറഞ്ഞവൻ അതുപോലെ സംഭവിച്ചു, വിശ്വാസം പറഞ്ഞവനും അതുപോലെ സംഭവിച്ചു. സഹോദരങ്ങളെ, നമുക്ക് എന്താണ് വേണ്ടത്? വിശ്വാസം പറഞ്ഞാൽ അത് സംഭവിക്കും. ബർത്തിമായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കുരുടനായ മനുഷ്യൻ, അവന് യേശു കടന്നു പോകുന്ന വാർത്ത യെരിഹോയിൽ വെച്ച് കേൾക്കുമ്പോൾ ഉറക്കം നിലവിളിക്കുകയാണ്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്താണ് അവനെ അത് പറയാൻ പ്രേരിപ്പിച്ചത്? വിശ്വാസമാണ്. അവനത് പറഞ്ഞാൽ, അവൻ ഉറക്കം നിലവിളിച്ചാൽ, യേശുവിൻ്റെ ചെവിയിലെങ്ങാനും എത്തിയാൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം നടന്നെങ്കിലോ? വിശ്വാസത്താൽ. എന്നാൽ അവിശ്വാസത്താൽ താൻ ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും കാലമൊക്കെയായി ആരും നോക്കാനില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും എന്നൊക്കെ സ്വയമായി പഴിച്ചും പരിതപിച്ചും നിലവിളിക്കാതിരുന്നെങ്കിലോ ഒരിക്കലും വിടുതലുണ്ടാകില്ല. അവൻ പുതപ്പ് എറിഞ്ഞും കൊണ്ട്, അവനെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ പുതപ്പ് എറിഞ്ഞും കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്: ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവൻ പറയുകയാണ്: റബ്ബൂനി, എനിക്ക് കാഴ്ച ലഭിക്കണം. ഹല്ലേലൂയ. ഉടനെ അവന് കാഴ്ച പ്രാപിച്ചു. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ തന്നെ വിലയിരുത്തിയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് പറയും. എന്നാൽ നമ്മൾ തന്നെ അതേ സമയത്ത് ആ വചനം സ്വീകരിച്ചിട്ടല്ല, എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, എനിക്ക് മുൻപോട്ട് പോകാനുണ്ട്, ദൈവം എന്നെ വിടുവിക്കും, എനിക്ക് സൗഖ്യം ഉണ്ടാകും. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് നാം വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ അത് നടക്കുള്ളൂ, അത് നടക്കും. നിരാശ പറയാനും അവിശ്വാസം പറയാനും നൂറ് കാരണങ്ങളും കാണും. പക്ഷേ ദൈവപ്രവൃത്തിയെ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ദൈവശക്തി വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞത്: ആകെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ച് കേൾക്കുമ്പോഴാണ് നമ്മിൽ വിശ്വാസം വരുന്നത്. ആമേൻ. ആ വരുന്ന വിശ്വാസം നാം പറഞ്ഞ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. 2 കൊരിന്ത്യർ 4:13 എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വിടുതലില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ, എല്ലായിടത്തും പ്രശ്നമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെയുള്ളൂ. പക്ഷേ എനിക്കൊരു വിടുതലുണ്ട്, കർത്താവിനെ വിടുവിക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ കാര്യം നടത്തി തരും. ഹല്ലേലൂയ.
ഈ കഷ്ടത കൊണ്ടും ഈ അനർത്ഥങ്ങൾ കൊണ്ടും ഈ കടഭാരം കൊണ്ടും ഞാൻ തകരുകയില്ല, തീരുകയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. കാരണം കർത്താവ് നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അത് വിശ്വാസത്താൽ നമ്മൾ പറയുക. ഹല്ലേലൂയ, അത് നടക്കും. എബ്രായലേഖനം 11:19 വാക്യത്തിൽ ഇസഹാക്കിനെ കുറിച്ച് പറയുകയാണ്. അബ്രഹാം എങ്ങനെ വിശ്വസിച്ചു? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം ശക്തനെന്ന് എണ്ണി അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അത് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവശക്തനെന്ന് എണ്ണുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നഷ്ടങ്ങളെയും എന്നേക്കുമായി അകന്നു പോകുന്ന നിങ്ങളുടെ അനുഗ്രഹങ്ങളെയൊക്കെ നോക്കിയിട്ട് ഇല്ല, ദൈവം തിരിച്ചു കൊണ്ടുവരാൻ ശക്തനാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. അത് തന്നെ പറഞ്ഞു. പലരും പറയും ഇനി നോക്കണ്ടെന്ന് പറയും. ആ ഭാഗത്തേക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്കാനൊക്കെ പറയുമ്പോഴും വചനം സ്വീകരിച്ച് നിങ്ങൾ വിശ്വാസത്താൽ പറഞ്ഞു തുടങ്ങിക്കോ. ദൈവം നിങ്ങളെ കൺമുമ്പിൽ കൊണ്ടുവരും. ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരും. ഹല്ലേലൂയ, ആമേൻ. വിശ്വസിക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു അബ്രഹാം. ഹല്ലേലൂയ. അതുകൊണ്ട് യോശുവയും കാലേബും പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സംഖ്യാപുസ്തകം 13:30 എഴുതിയിട്ടുണ്ട്. കാലേബ് നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറയും. യഹോവയോട് മത്സരിക്കുക മാത്രമരുത്. ഹല്ലേലൂയ. യഹോവ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടു കൂടി പ്രഖ്യാപിക്കുക, വിശ്വാസത്തോടു കൂടി പറയുക. അത് സംഭവിക്കും. അത് നിങ്ങളുടെ വിഷയമാണെങ്കിലും, നിങ്ങളുടെ തലമുറയുടെ വിഷയമാണെങ്കിലും, നിങ്ങളുടെ ഭാവി വിഷയമാണെങ്കിലും, ഏത് പ്രതിസന്ധിയുടെ വിഷയമാണെങ്കിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദാവീദിന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ഒരു ഗോലിയാത്തിന് മുൻപിലേക്ക് ചെല്ലുമ്പോഴും അവൻ വിശ്വസിക്കുകയാണ്, യഹോവ വന്നു യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ യുദ്ധം ചെയ്യും. ആമേൻ. ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ദൈവം യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കോ. കർത്താവ് ഇടപെടും, കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് വഴി തുറക്കും. ഹല്ലേലൂയ. എല്ലാം പ്രതികൂലം, എല്ലാം നാശമെന്നല്ല പറയുന്നത്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? അതെ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. വിശ്വാസം പറയുക, ദൈവശക്തി വ്യാപരിക്കും. പ്രിയ കർത്താവേ, ഇന്ന് ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സകലതും സാധ്യമാക്കുവാൻ അവിടത്തേക്ക് കഴിയും. എല്ലാ സാധ്യതകളെയും കർത്താവെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദൈവത്താൽ സകലതും സാധ്യം. ഇതിൻ്റെ മക്കൾക്ക് വേണ്ടി ഏറ്റവും പ്രയാസകരമായ, ഏറ്റവും വേദനിപ്പിക്കുന്ന, ഏറ്റവും ബുദ്ധിമുട്ടേറിയ കർത്താവെ പ്രതിസന്ധിയുടെ വിഷയത്തെ അനുകൂലമാക്കി മാറ്റി വഴികളെ തുറന്ന് ഇതിൻ്റെ മക്കളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളെയും മക്കളെ വിട്ട് അഴിഞ്ഞു പോകട്ടെ. സകല അസാധ്യങ്ങളും മാറിപ്പോകട്ടെ. ദൈവികമായ വഴികൾ തുറന്നു വരട്ടെ. അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. തലമുറയുടെ ഭാവി വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. ദൈവം കരുതി വെച്ച നന്മ വെളിപ്പെട്ട് വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് പങ്കുവെച്ചു കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. Have a wonderful day.